ഷോപ്പിഫൈ ഇന്ത്യയിലെ ചെറുതും ഇടത്തര ബിസിനസ്സുകാർക്കും അനുയോജ്യമോ? ഒന്ന് അവലോകനം ചെയ്തു നോക്കാം. ഷോപ്പിഫൈ ഇന്ത്യയിൽ എത്രത്തോളം പ്രാധാന്യമുള്ളത്? ഇന്ത്യയിലെ ഓൺലൈൻ ഷോപ്പിംഗ് വളർച്ച വൻതോതിൽ വർദ്ധിച്ചു. അതിനൊപ്പം ഷോപ്പിഫൈ എന്ന പ്ലാറ്റ്ഫോം കൂടുതൽ പേരെ ആകർഷിക്കുന്നു. പക്ഷേ അത് ഇന്ത്യയിൽ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? ആരംഭിക്കാൻ എളുപ്പം, ട്രയൽ ഓഫറുകൾക്കും വിലക്കുറവും. ഷോപ്പിഫൈ ആരംഭിക്കുന്നവർക്ക് ട്രയൽ കാലയളവിൽ കുറഞ്ഞ വില നൽകുന്നു. ചെറുകിട ബിസിനസ്സുകൾക്ക് ഇത് ആദ്യം ആകർഷകമായി തോന്നും, പക്ഷേ തുടർന്നുള്ള ചെലവുകൾ പരിഗണിക്കണം. യഥാർത്ഥ ചെലവ്: ട്രയൽ കഴിഞ്ഞ് പ്രതിമാസ ചാർജുകൾ. ട്രയൽ കഴിഞ്ഞാൽ 2000 മുതൽ 8000 രൂപ വരെ പ്രതിമാസ ഫീസ്. ചെറുകിട ബിസിനസ്സുകൾക്ക് ഇത് ബുദ്ധിമുട്ടാകാം. ഒരു സ്റ്റോർ നയിക്കാൻ ഈ ചെലവ് സ്ഥിരമാണ്. പ്രധാന പ്രശ്നം: ഇന്ത്യയിൽ ട്രാൻസാക്ഷൻ ഫീസ് കൂടുതലാണ്. ഷോപ്പിഫൈ പേയ്മെന്റ്സ് ഇന്ത്യയിൽ ലഭ്യമല്ല. അതിനാൽ മൂന്നാം കക്ഷി പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിക്കണം. ഇതോടെ ട്രാൻസാക്ഷൻ ഫീസ് ഇരട്ടിയാകും. ഡിസൈൻ പ്ലസ് ടെക്നിക്കൽ അറിവ്. മറഞ്ഞിരിക്കുന്ന ചെലവ്: പ്രൊഫഷണൽ ഡിസൈൻ ലഭിക്കാൻ വിദഗ്ധരെ ആവശ്യമുണ്ട്. ഡെവലപ്പർ ഫീസ്, തീം അപ്ഗ്രേഡ് മുതലായ ചെലവുകൾ. ഈസി ടു യൂസ് എന്നാൽ ഫ്രീ അല്ല. ആപ്പുകൾ: സൗകര്യങ്ങൾ ഏറെയും ചെലവും അത്രയും. ലോയൽറ്റി പോയിന്റ്സ്, GST ഇൻവോയ്സ്, ഇൻവെന്ററി ആപ്പുകൾ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ. ഓരോ ആപ്പിനും പ്രതിമാസ ഫീസ് വേണം. ഇതോടെ ചെലവ് കൂടി വരും. ഷിപ്പിംഗ്, ഡെലിവറി ചലഞ്ചുകൾ. ഷോപ്പിഫൈ DHL, ഫെഡെക്സ് പോലുള്ള അന്താരാഷ്ട്ര കയറ്റുമതി സേവനങ്ങളുമായി നന്നായി പ്രവർത്തിക്കുന്നു. പക്ഷേ ബ്ലൂ ഡാർട്ട്, DTDC, ഇന്ത്യ പോസ്റ്റ് പോലുള്ള ഇന്ത്യൻ കയറ്റുമതി സേവനങ്ങൾക്കായി അധിക സജ്ജീകരണം വേണം. COD അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനുകൾക്കും ചില പരിധികളുണ്ട്. ഡോളർ അടിസ്ഥാനത്തിലുള്ള ചാർജുകൾ. ഷോപ്പിഫൈയിലെ ചില ആപ്പുകളും തീമുകളും USD അതായത് ഡോളർ വിലയിലാണ്. കറൻസി എക്സ്ചേഞ്ച് നിരക്കനുസരിച്ച് പ്രതിമാസ ചെലവ് മാറും. അതായത് രൂപയിലേക്കുള്ള കണക്കുകൂട്ടൽ എപ്പോഴും സ്ഥിരമല്ല. കസ്റ്റമൈസേഷൻ പരിമിതികൾ. ഷോപ്പിഫൈയുടെ ബാക്കെൻഡ് ഘടന അടച്ചിട്ടതാണ്, ക്ലോസ്ഡ് സിസ്റ്റം. ചെക്ക്ഔട്ട് പേജ്, COD ഓപ്ഷൻ, GST ഫീൽഡ് മുതലായവ വളരെ പരിധിയുള്ള രീതിയിൽ മാത്രമേ മാറ്റാനാകൂ. ഡെവലപ്പർമാർക്ക് ഇതൊരു വലിയ പരിമിതിയാണ്. ആഗോള വിൽപ്പനയ്ക്കുള്ള മികച്ച അവസരങ്ങൾ. ഷോപ്പിഫൈയുടെ ഏറ്റവും വലിയ ഗുണം ഗ്ലോബൽ സെല്ലിംഗ് എളുപ്പമാക്കുന്നു. ആമസോൺ, ഫേസ്ബുക്ക് ഷോപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവയുമായി നേരിട്ട് കണക്ട് ചെയ്യാം. അതിനാൽ ലോകതലത്തിൽ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചതാണ്. ഷോപ്പിഫൈ അനുയോജ്യമാകുന്ന സാഹചര്യങ്ങൾ: ഗ്ലോബൽ സെല്ലിംഗ് ചെയ്യുന്നവർക്ക് മികച്ച പ്ലാറ്റ്ഫോം. ഹൈ മാർജിൻ ഉൽപ്പന്നങ്ങളുള്ളവർക്ക് അനുയോജ്യം. പ്രൊഫഷണൽ ബ്രാൻഡ് ഇമേജ് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമം. ഷോപ്പിഫൈ അനുയോജ്യമല്ലാത്ത ബിസിനസ്സുകൾ: ലോ മാർജിൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്ക് ചെലവ് ബുദ്ധിമുട്ടാകാം. പ്രാദേശിക ഡെലിവറി മോഡലുകൾക്കുള്ള കസ്റ്റമൈസേഷൻ പരിമിതം. സ്വതന്ത്രമായി വികസിപ്പിക്കാൻ അധിക ചെലവ്. ഇന്ത്യൻ ബിസിനസ്സുകൾക്കുള്ള മികച്ച ബദലുകൾ: ഊ-കോമേഴ്സ്, മാജൻഡോ, ഓപ്പൺ കാർട്ട് എന്നിവ ബദലുകളാണ്. ചെലവ് കുറവിലും കൂടുതൽ സ്വാതന്ത്ര്യത്തിലും ലഭ്യമാണ്. കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാനാകും. സംഗ്രഹം: കണക്കുകൂട്ടി തീരുമാനിക്കുക. ഓരോ ബിസിനസ്സിനും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. പ്ലാറ്റ്ഫോം, ഫീസ്, ആപ്പുകൾ, ഡിസൈൻ എല്ലാം കൂട്ടി കണക്കുകൂട്ടുക. ലാഭമുണ്ടാകുന്ന വഴി തിരഞ്ഞെടുക്കുക.